ശ്രീ സജു ടി എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന തകടിയിൽ കലവൂർ സ്വദേശിയാണ്. അദ്ദേഹം ഒരു ബ്ലോഗർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള KL4AR 8740 എന്ന് പറയുന്ന ടാറ്റ സഫാരി മോട്ടോർ വാഹനം, മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം, കാറ്, അതിനകത്ത് അനധികൃതമായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മറ്റ് 3 സുഹൃത്തുക്കളും ചേർന്ന് പുറകിൽ 7 സീറ്റുള്ള വണ്ടിയാണത്. 7 സീറ്റുള്ള ഈ വാഹനത്തിൻ്റെ മധ്യഭാഗത്തുള്ള സീറ്റ് മടക്കിയിട്ടതിന് ശേഷം പടുത ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രണ്ടിലെ സീറ്റിൻ്റെയും ഏറ്റവും ബാക്ക് റോയിലുള്ള സീറ്റിൻ്റെയും ഇടയിൽ ഒരു പടുതയിൽ വെള്ളം നിറച്ച് താൽക്കാലികമായ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സംവിധാനം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചതിന് ശേഷം അതിനകത്ത് ഒരാൾ, സൂര്യനാരായണൻ എന്ന് പറയുന്ന ഒരാൾ, ഈ കാറ് ഓടിക്കുകയും അപകടകരമായി ഈ വാഹനം റോഡിലൂടെ ഓടിക്കുകയും ബാക്കി സജു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കാറിൻ്റെ സ്വിമ്മിംഗ് പൂളിനകത്ത് കിടന്നുകൊണ്ട് ആഘോഷിക്കുന്നത് അവർ തന്നെ അത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഈ സ്വിമ്മിംഗ് പൂൾ, താൽക്കാലികമായി ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളിനകത്ത് നിന്ന് വെള്ളം വണ്ടിക്കകത്തേക്ക് തന്നെ ലീക്കായി വാഹനത്തിൻ്റെ ഡോർ ഉൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെൻറ്റിനകത്തുൾപ്പെടെയുള്ള പല സാധനത്തേക്കും വെള്ളം എത്തി. ആ വെള്ളം എത്തിയതിന് ശേഷം ഡോറിലുള്ള എയർ ബാഗ് അത് ഡാമേജായി പൊട്ടി പുറത്തേക്ക് വന്നു. ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോർ തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു. ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാർ, അതുപോലെയുള്ള മറ്റ് കാറുകാർ ഒക്കെയുള്ള റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം സുരക്ഷിതത്തെ ഗുരുതരമായി ബാധിക്കത്തക്ക രൂപത്തിലാണ് ഈ വെള്ളം തുറന്നു വിട്ടത്. അത് വളരെ അപകടകരമായി. ഇത് മാത്രമല്ല, ആ ഭാഗത്തുള്ള പൂന്തോപ്പ് എന്ന് പറയുന്നത് ആ ഭാഗത്തൊരു സെന്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്ത് സ്കൂൾ വിട്ട സമയമായിരുന്നു. കുട്ടികളെല്ലാം കൂടി റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമായിരുന്നു. അതും വളരെ അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിലവിലിരിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധ ദുഷ്ചെയ്തികളും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ്, എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ ഈ ചാനൽ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നില്ല. ഗവൺമെന്റിനെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവണതകളെ കർശനമായിട്ട് തന്നെ നേരിടാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് നിരപരാധികളായിട്ടുള്ള യാത്രക്കാരുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വാഹനത്തിൽ ഇതുപോലുള്ള അനധികൃതമായ ചെയ്തികളെ, അപകടകരമായ ചെയ്തികളെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ആയതിനാൽ ഈ മോട്ടോർ വാഹനം, ഇതിനുപയോഗിച്ച സഫാരി മോട്ടോർ വാഹനം ഞങ്ങൾ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ വാഹനം എൻഫോഴ്സ്മെന്റ് RTO ഓഫീസ് ആലപ്പുഴയുടെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ വാഹനം ഇനി കൂടുതലായി പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തെല്ലാം ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അപകടകരമായി വാഹനം ഓടിച്ചു. അതുകൂടാതെ പൊതുജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വെല്ലുവിളി ഉയർത്തി, അതുപോലെ തന്നെ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത സുരക്ഷാ പ്രശ്നങ്ങൾ ഉളവാക്കുന്ന രൂപത്തിൽ ഈ വാഹനം ഉപയോഗിച്ചു. ആയതിനാൽ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു. ഇതുകൂടാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ 2019 മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ അമെൻമെന്റ് പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് നൽകാമെന്ന് പറയുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി
ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ടുകിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവരെ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഡ്രൈവറെ മാത്രം വിട്ടിട്ട് കാര്യമില്ല. കാരണം ഡ്രൈവറോടൊപ്പം തന്നെ തുല്യ പങ്കാളിത്തം മറ്റ് കൂട്ടത്തിലുണ്ടാകുന്ന 3 പേർക്കും ഉണ്ട്. കാരണം ഇതിൽ ഇങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഈ ബ്ലോഗർ എന്ന് പറയുന്ന സഞ്ജു TS ആണ്. അതുകൊണ്ട് ആശയം അയാളുടെയും ആ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള മറ്റു 3 പേരും തുല്യമായിട്ട് തന്നെ കുറ്റക്കാർ തന്നെയാണ്. റോഡിൽ ബാക്കിയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവറുടെ മാത്രം റദ്ദാക്കുന്നതാണ് ശരി. വാഹനം ഓടിക്കുന്നയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണല്ലോ റദ്ദാക്കേണ്ടത്. കാരണം അയാളാണ് വാഹനം ഓടിച്ചത്. ബാക്കി രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വാഹനത്തിൻ്റെ. എന്തുകൊണ്ടെന്നാൽ ആ വാഹനത്തിനകത്ത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ തൽക്കാലം കേടുപാടുകൾ വന്നിട്ടുണ്ട്. തന്നെയല്ല അങ്ങനെ ഉപയോഗിച്ചത് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായിട്ട് ഞാൻ റദ്ദാക്കും.